വിശുദ്ധിയുള്ളവരായിരുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനോ കഴിയില്ല. ആകെ ഏറ്റവും അധികമായി നമുക്ക് വേണ്ടത് വിശുദ്ധിയുള്ളൊരു ജീവിതമാണ്. വിശുദ്ധി എപ്രകാരമാണ് നമ്മൾ നേടേണ്ടത്? നമ്മൾക്കറിയാം, നമ്മുടെ ജീവിത വിശുദ്ധിയിലേക്ക് നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്നു. അതുപോലെ ദൈവസ്വരം ശ്രവിക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിശുദ്ധി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂദാശയിലൂടെ ഈശോ നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലുള്ള ഒരു കൂദാശയാണ് വിശുദ്ധ ബൈബിള്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധ ബൈബിളിൽ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു അത്രമാത്രം ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രമിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നുള്ള ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു ഭവനത്തില് നമ്മൾ രൂപങ്ങളെക്കാൾ അധികമായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടതും നമ്മൾ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് ഓരോ ഭവനത്തിലും അതിൻ്റെ സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നവരായി മാറുന്നത്. അതുമാത്രം പോരാ, ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതനുസരിച്ച് നമ്മളിൽ ദൈവമാണ് വളരുന്നുള്ള ആ ഒരു അവബോധം നമുക്കുണ്ടായിരിക്കണം. അതിന് നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും മറ്റും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമ്മളിലെ വിശുദ്ധി വളരുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതനുസരിച്ച് പിശാച് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് ഓരോ വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവരാണ് കൂടുതലായി ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് അതിൻ്റെതായ ദൈവത്തിന്റെ ഒരു സമയം വരെ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ആ കാര്യത്തിന് കൂടുതൽ നന്മ നമ്മൾക്ക് വരാനായിട്ട് സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ തിടുക്കം കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലഭിക്കും. കാരണം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഒരിക്കലും ഈ ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശത്ത് നിന്ന് എത്തണമെങ്കിൽ വെറും 40 ദിവസം കൊണ്ട് എത്തേണ്ട ദൂരം 40 വർഷം എടുത്തതിന് കാരണം ദൈവത്തിന്റെ ഹിതം അവര് ദൈവത്തെ തള്ളി പറഞ്ഞു ഇതുകൊണ്ടാണ് മാത്രമാണ് അവർക്ക് 40 വർഷം എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തോട് കൂടി ആയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് ദൈവം സമയം നമുക്ക് വളരെ അനുകൂലമാക്കി തരും. പലപ്പോഴും നമ്മൾ ദൈവത്തോട് കൂടി അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നതും. അവിടെ ദൈവത്തിൽ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഐശ്വര്യപ്പെടുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ബോധ്യം ഈ കഴിഞ്ഞ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുള്ള തെളിവാണ് എൻ്റെ അനുഭവത്തിൽ. ഇപ്പോൾ എനിക്ക് കൂടുതൽ കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മതാധ്യാപന ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ മദർഭൂമിയിലായിരുന്നു. കൗൺസിലിങ്ങിലൂടെ എന്നെ കൗൺസിൽ ചെയ്ത ഒരു സിസ്റ്റർ പറഞ്ഞു, ഒരു കർത്താവിന് മുമ്പിൽ സാക്ഷ്യം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മ എത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അതിപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് മനുഷ്യമാണോ? എന്നാൽ അത് ഈ 3-4 ദിവസം കൊണ്ട് തന്നെ അതെന്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് ബലപ്പെടുത്തിയാണ് ചെയ്തത്. ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് എനിക്ക് വളരെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഒരു 2-3 വർഷമായി ധ്യാനം കൂടിയിട്ട് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ 16 വയസ്സുള്ള സമയം മുതൽ ഒരുപാട് ധ്യാനം കൂടിയിട്ടാണ്. പക്ഷെ ഒരു ധ്യാനങ്ങൾ എത്ര കൂടിയാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 2-3 വർഷമായിട്ട് എനിക്ക് ധ്യാനം കൂടാത്തതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും മക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പോലും നമ്മൾ ശരിയായ രീതിയിൽ ഒരു അനുഭവത്തോടു കൂടി ക്ലാസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതമാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ ഒരു ധ്യാനം കൂടാനായിട്ട് ആഗ്രഹിച്ചാണ് ഇവിടുന്ന് പോയതും. തീർച്ചയായിട്ടും അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഒത്തിരി ദാഹിച്ച് പോയത് കൊണ്ടാണ് ധ്യാനം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഭവകരമായ ഒരു ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 12 അധ്യാപകരുണ്ടായിരുന്നു. ഒരുപക്ഷെ തലശ്ശേരി രൂപതയില് വന്ന പള്ളികളിൽ ഏറ്റവും ഈ 12 പേര് വന്നത് ശിവനിടവയിലായിരുന്നു. അത് തീർച്ചയായിട്ടും അച്ഛൻ്റെ
ആഗ്രഹവും അച്ഛൻ്റെ പ്രാർത്ഥനയുമായിരുന്നു. ഞങ്ങളെല്ലാം അച്ഛൻ്റെ പ്രാർത്ഥന മേടിച്ചാണ് പോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം ഇപ്രാവശ്യം ധ്യാനത്തിനുണ്ടായി. അപ്പം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നുള്ള ഈ ധ്യാനത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചോദിക്കേണ്ട. നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകാനായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ടും കൃത്യമായിട്ട് നടക്കുന്ന നമുക്ക് അനുഭവം നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ നിമിഷം പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം മറന്നു വെച്ചുകൊണ്ട് നമ്മൾ എന്താവശ്യമുണ്ടോ, പരിശുദ്ധാത്മാവെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, പരിശുദ്ധാത്മാവ് നീ എന്നെ നടത്തണമേ, വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമമായും ചിട്ടയായും കൃത്യമായും അത് നടത്തി തരുന്നുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്.